അംഗരക്ഷകരുടെ പെരുമാറ്റ രീതികൾ തെറ്റായിരുന്നു, തെറ്റ് തന്നെയായിരുന്നു. ആ തെറ്റ് ഇപ്പോൾ തെളിയിക്കപ്പെട്ടു. അല്ല, പിണറായി വിജയനെ പോലെ ഒരാൾക്ക് ഇതൊന്നും കാണാൻ കഴിയുന്നില്ല എന്ന് പറയുന്നത്? എനിക്കൊന്നും പറയാനില്ല അതിനെപ്പറ്റി. ആ തെറ്റുകൾ തുടരുന്നു കുറേ കാലം. എനിക്കൊന്നും പറയാനില്ല ഇതിനപ്പുറം. പക്ഷേ ഇ ഡി ഉദ്യോഗസ്ഥരുടെ വാഹനം ആക്രമിക്കപ്പെട്ടു. അതിൻ്റെയൊക്കെ പാഠം പിടിക്കട്ടെ. ഇതൊരു കനത്ത പരാജയമാണ്. ആ പരാജയത്തിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് അതിന് വിളിക്കാൻ വേറൊരു പേരില്ല. ആ വഴിയിലൂടെ ഞങ്ങൾ തിരിച്ചു വരണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ആദ്യം വേണ്ടത് പാഠം പിടിക്കലാണ്. പിന്നെ ഞങ്ങളുടെ എല്ലാം ശൈലി, പെരുമാറ്റം, കമ്മ്യൂണിസ്റ്റുകാർക്ക് ഒരിക്കലും അവകാശമില്ല ജനങ്ങളെക്കാൾ വലിയവരായി ഭാവിക്കാൻ, ചിന്തിക്കാൻ. അങ്ങനെ എല്ലാവർ മുഖ്യമന്ത്രിയുടെ ഫ്ലെക്സ് മാത്രം കേരളം അങ്ങോളം ഇങ്ങോളം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്നുള്ളൂ. ഇടതുപക്ഷത്തിൻ്റെ ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് വന്നുകൂടാത്ത കോഡിങ്ങാണ് ആ വാചകം, അതിൻ്റെ രൂപം. അതെല്ലാം സ്വന്തം ബന്ധുക്കൾക്കിടയിൽ ഞങ്ങളെപ്പറ്റി, LDF-നെ പറ്റി മതിപ്പുണ്ടാക്കിയില്ല. ഞങ്ങൾ ഒന്നിലേറെ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ലെഫ്റ്റിൻ്റെ ഗവൺമെൻറ്റിനെ പറ്റിയുള്ള ജനകീയ പ്രതീക്ഷ അതിനൊത്തുയരാൻ നമുക്ക് ആകണം. വണ്ടി വിട്ടുപൊട്ടിയാൽ പറയുമല്ല, LDF-ൻ്റെ രാഷ്ട്രീയത്തിൻ്റെ കളം മാറിപ്പോകാൻ CPI ഇല്ല. ഞങ്ങളിപ്പോൾ പ്രതിപക്ഷത്തെ ഉപനേതൃപദവി ആവശ്യപ്പെട്ട പാർട്ടിയാണ്. കിട്ടിയിട്ടില്ല, ഇതുവരെ കിട്ടിയിട്ടില്ല. പക്ഷെ അത് കിട്ടണം. ഈ തെരഞ്ഞെടുപ്പിന് ശേഷം, പരാജയത്തിന് ശേഷം CPM-ഉം CPI-യുടെയൊക്കെ നേതാക്കളുടെ മാനറിസങ്ങളും പെരുമാറ്റങ്ങളും വരെ ചർച്ചാ വിഷയമായിട്ടും വിമർശന വിധേയമായും വന്നിട്ടുണ്ട്. വെളിയം ഭാർഗവൻ, CK ചന്ദ്രപ്പൻ അവരൊരു ഷാർപ്പ് പൊളിറ്റിക്കൽ ലീഡേഴ്സായിരുന്നു. അതിനുശേഷം സൗമ്യനായ ബിനോയ് വിശ്വം വരുന്നു. ഈ സൗമ്യത താങ്കൾക്കൊരു ബലഹീനതയായിട്ട് മാറിയിട്ടുണ്ടോ? ഇല്ല, സൗമ്യതയുടെ വിപരീതവാദമല്ല ഷാർപ്പ്നെസ്. ഒരാൾക്ക് സൗമ്യനുമാകാം, ഷാർപ്പുമാകാം. ചന്ദ്രപ്പൻ ഷാർപ്പായിരുന്നു, സൗമ്യനുമായിരുന്നു. വെളിയം ഷാർപ്പായിരുന്നു, അതേസമയം തന്നെ സൗമ്യനുമായിരുന്നു. ചിലപ്പോഴൊക്കെ ഏറ്റവും അധികം അദ്ദേഹം ആർദ്രനുമായിരുന്നു. അപ്പോൾ ഏതെങ്കിലും ഒരു നിരൂപകനോ വിമർശകനോ വേറൊരാളോ ഒരു ഫ്രെയിം ഉണ്ടാക്കി വെച്ചിട്ട് അതിൽ കൊള്ളിക്കാൻ നോക്കിയാൽ ഞങ്ങളാരും കൊള്ളില്ല. ഞങ്ങളുടെ ഫ്രെയിമിൽപ്പെടുന്ന ആൾക്കാരല്ല. ഞങ്ങളുടെ ഫ്രെയിം വ്യത്യസ്തമാണ്. പക്ഷെ ഒന്നെനിക്കറിയാം, വെളിയം ഭാർഗവൻ, ചന്ദ്രപ്പൻ അവരുമായിട്ടൊന്നും താരതമ്യം ചെയ്യാൻ മാത്രമുള്ള വലിയ ആളല്ല ഞാൻ. പക്ഷെ അവരൊക്കെ നടന്ന വഴിയെ നടക്കുന്നൊരു കമ്മ്യൂണിസ്റ്റാണ് ഞാൻ. അവരെല്ലാം പഠിപ്പിച്ച പാഠങ്ങളെ എന്നും ഞാൻ എൻ്റെ നെഞ്ചിൽ സൂക്ഷിക്കുന്നുണ്ട്. അതിൻ്റെ എല്ലാ ഒരു കരുത്തെനിക്കുണ്ട്. അതുകൊണ്ട് ഷാർപ്പ് ആകേണ്ടപ്പോഴല്ലേ ഷാർപ്പാകാനും, മറ്റതെൻ്റെ പ്രകൃതമാണ്. ആ പ്രകൃതം പാതവുമല്ല അപരാധവുമല്ല. അതാണ് ഞാൻ. പക്ഷെ ഒരിക്കലും പ്രിൻസിപ്പിൾസിൽ, നിലപാടിൽ വള്ളം ചേർക്കാൻ എന്നെ കിട്ടില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും നാടിൻ്റെയും ജനങ്ങളുടെയും യഥാർത്ഥമായ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ഉറച്ചു നിൽക്കാനും സമരം ചെയ്യാനും ഒരു ഘട്ടം വന്നാൽ അത്ര എല്ലാ ഘട്ടങ്ങളിലും ആർക്കു മുമ്പിലും പതറാതെയും തലകുനിക്കാതെ നിൽക്കാനുള്ള ആർജവം എനിക്കുണ്ട്. ദാറ്റ് ഇസ് മൈ ഷാർപ്പ്നെസ്. ഒന്ന് ചോദിച്ചിട്ട്, അങ്ങനെയെങ്കിൽ ഈ CPM പലപ്പോഴും വഴിതെറ്റി ഡീവിയേറ്റ് ചെയ്ത് പോകുമ്പോൾ, പ്രത്യേകിച്ച് ഭരണത്തിലിരിക്കുമ്പോൾ CPI ഒരു തിരുത്തൽ ശക്തിയായി വരാറുണ്ട്. പക്ഷേ ഇവിടെ ഇത്രയും ജനവിരുദ്ധമായ സമീപനങ്ങളിലൂടെ പോയി എന്ന് CPM തന്നെ ഇപ്പോൾ സമ്മതിക്കുമ്പോൾ അതിലൊരു തിരുത്തൽ ശക്തിയാകാനായിട്ട് കഴിഞ്ഞു. നിങ്ങളെല്ലാം കാണാൻ കേൾക്കാൻ ഒരുങ്ങുമെങ്കിൽ ഈ ചോദ്യം ചോദിക്കുമായിരുന്നില്ല. ഒന്ന്, ഞങ്ങൾ LDF-ൻ്റെ ഭാഗമാണ്. LDF എന്താണെന്നും എങ്ങനെ വേണമെന്നും ഒക്കെയുള്ള ഒരു കാഴ്ചപ്പാടുള്ള പാർട്ടിയാണ് CPI. തന്നെയല്ല, LDF-ൻ്റെ ജന്മത്തിന് വേണ്ടി, വളർച്ചയ്ക്ക് വേണ്ടി മറ്റേത് പാർട്ടിയേക്കാളും പങ്കുവച്ച പാർട്ടി CPI ആണ്. ഒന്ന് ലെഫ്റ്റ് ആൻഡ് ഡെമോക്രാറ്റിക് ഓൾട്ടർനേറ്റീവ്, ഇടതുപക്ഷ ജനാധിപത്യ ബദൽ എന്ന ആശയത്തിൻ്റെ തുടക്കക്കാരാണ് CPI. അതാണ് ഞങ്ങളുടെ പാർട്ടിയുടെ ഭട്ടിൻഡ കോൺഗ്രസിൻ്റെ ആഹ്വാനം, 11ാം പാർട്ടി കോൺഗ്രസ്. ആ രാഷ്ട്രീയത്തിൻ്റെ ആഴം CPIക്ക് അറിയാം, അർത്ഥവും അറിയാം. ആ മുന്നണിയെ അതുകൊണ്ട് ഞങ്ങൾ സ്വന്തം രാഷ്ട്രീയത്തിൻ്റെ പ്രതീകമായി കാണുകയാണ്. പക്ഷെ ആ മുന്നണിക്കും അതിൻ്റെ ഭരണത്തിനും ദൗർബല്യങ്ങളോ വീഴ്ചകളോ വ്യതിയാനങ്ങളോ വന്നാൽ ഞങ്ങളത് ചൂണ്ടിക്കളിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. കണ്ണടച്ച് പിടിച്ച അനുഭവം ഉണ്ടായിട്ടില്ല. മന്ത്രിസഭയ്ക്കകത്തും മന്ത്രിസഭയ്ക്ക് പുറത്തും LDF-നകത്ത് മിക്കപ്പോഴും, ചിലപ്പോൾ ആവശ്യം വരുമ്പോൾ പുറത്തും ഞങ്ങൾ ഇടതുപക്ഷ മൂല്യങ്ങളുടെ
രക്ഷയ്ക്ക് വേണ്ടി നിലകൊണ്ടിട്ടുണ്ട്. അത് LDFൻ്റെ രാഷ്ട്രീയത്തിൻ്റെ അകത്തേക്ക് കണ്ണ് വായിച്ചവർക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ ഞങ്ങളെല്ലാം കൊട്ടിക്കൊഷിക്കാറില്ല, അതെല്ലാം ഇങ്ങനെ ഞങ്ങൾ ഒട്ടിച്ചു വയ്ക്കാറുമില്ല. പക്ഷെ എല്ലാ ഐക്യത്തിലും സമരമുണ്ട്. ഒരു സമരം, ഐക്യമെന്ന് പറഞ്ഞ സമരമുണ്ട് അതിനകത്ത്. LDFന് സമരം എന്തിനു വേണ്ടിയാണ്? LDFന് ഐക്യം നിലനിർത്തിക്കൊണ്ട് LDFൻ്റെ ഇടതുപക്ഷ ഉള്ളടക്കത്തെ ശക്തിപ്പെടുത്താനും ആ ഇടതുപക്ഷ നിലപാടിൻ്റെയും നയത്തിൻ്റെയും ഭാഗത്തു നിന്ന് വ്യതിയാനം വന്നാൽ ആ വ്യതിയാനം തിരുത്താനും വേണ്ടിയാണ് LDFനകത്തുള്ള സമരം. ആ സമരത്തിൽ CPI നല്ല കാഴ്ചപ്പാടോട് നിന്നിട്ടുണ്ട്. ഒരിക്കലും CPI അതിനകത്തുനിന്ന് വിട്ടുപോയിട്ടില്ല. ഉദാഹരണം വേണമോ? ഇപ്പോഴത്തെ PMC തന്നെ. ആ PMCയിൽ CPI എടുത്ത നിലപാടാണ് സത്യം പറഞ്ഞാൽ ഇന്ത്യയിലെ ലെഫ്റ്റിൻ്റെ മുമ്പിൽ കേരളത്തിലെ LDFന് ഉണ്ടാകുമായിരുന്ന വലിയ അപമാനത്തിൽ നിന്ന് രക്ഷിച്ചത്. ആ സ്റ്റാൻഡാണ്. അത് ചെറിയ സമരം അല്ലായിരുന്നു. ഇറ്റ് വാസ് എ ബിഗ് ബാറ്റിൽ. ആ ബാറ്റിലിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇടതുപക്ഷത്തിൻ്റെ LDFൻ്റെ രാഷ്ട്രീയ ശരിക്ക് വേണ്ടി ഒന്നാം തരമായി നിലകൊണ്ടിട്ടുണ്ട്, പോരാടി വിജയം വരിച്ചിട്ടുമുണ്ട്. അത് കാണാതിരിക്കാൻ പാടില്ല. വേറൊരു വിഷയമാണ് എലപ്പുള്ളി ബ്രൂവറി. എനിക്ക് അത്ഭുതമാണ് നിങ്ങൾക്കെന്താ നോക്കാത്തതെന്നും കൊണ്ട്. ആ ബ്രൂവറി നിർദ്ദേശം വന്നപ്പോഴത്തേക്കും എല്ലാം മിക്കവാറും പൂർത്തിയായി കഴിഞ്ഞു. ഡൽഹിയിലൊക്കെ ഒരുപാട് ചീത്തപ്പേരുണ്ടാക്കിയൊരു കമ്പനി, ആ കമ്പനി ഡൽഹിയിലെ മദ്യ ഇടപാടിനകത്ത് ചർച്ച ചെയ്യപ്പെട്ട കമ്പനിയാണ്. ആ കമ്പനി ഇവിടെ ഒരു ബ്രൂവറി ആരംഭിക്കാൻ വേണ്ടിയുള്ള പ്രപ്പോസലുമായിട്ട് വന്നു. അത് എലപ്പുള്ളിയിൽ പാടില്ല CPI പറഞ്ഞു, ജനങ്ങളും പറഞ്ഞു. ആ മേഖല മുഴുവനും കടുത്ത ജലക്ഷാമത്തിൻ്റെ മേഖലയാണ്. കുടിവെള്ളം പോലും കിട്ടാതെ ജനങ്ങൾ വലയുമ്പോൾ, കൃഷിക്ക് വെള്ളമില്ലാതെ കർഷകർ പൊറുതുമുട്ടുമ്പോൾ, അതേ എലപ്പുള്ളിയിൽ ഇത്രയധികം വെള്ളം ആവശ്യമുള്ള ഒരു പദ്ധതി വേണ്ട എന്നാണ് CPI പറഞ്ഞത്. നിർബന്ധമായിട്ടും അതിനകത്തൊരു വാശിയുണ്ടായിരുന്നു പല കേന്ദ്രങ്ങൾക്കും, അത് വന്നേ തീരുമെന്ന്. ഈ ഓഫീസിൽ വെച്ചാണ് ചർച്ചയുണ്ടായത്. ആ ചർച്ച LDFൻ്റെ ചരിത്രത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ ചർച്ചയായിരുന്നു. ചർച്ചയിലെ മുഖ്യ വിഷയം, ഏക വിഷയം ഇത് തന്നെയായിരുന്നു, ഈ ബ്രൂവറി. CPI പറഞ്ഞു കേരളത്തിൽ ബ്രൂവറി ഉണ്ടാകാൻ ഞങ്ങളതിലല്ല. വേറൊന്നുകൊണ്ടുമല്ല, പല ഭാഗത്തുനിന്നും ഇവിടെ വന്ന് മറിയുകയാണ് സ്പിരിറ്റ്. തമിഴ്നാട്ടിലെ ആന്ധ്രയിലേക്ക് സ്പിരിറ്റ് വരുന്നുണ്ട്. ഇവിടെ ഒരു ബ്രൂവറി വന്നാൽ ആ ഒരു പണം പുറത്തേക്ക് പോകുന്ന അവസ്ഥ ഒഴിവാക്കാൻ പറ്റും എന്നൊരു വാദമുണ്ട്. ആ വാദം CPI തള്ളിക്കളഞ്ഞില്ല. പക്ഷേ ഇത്ര കടുത്ത ക്ഷാമം വെള്ളത്തിലുള്ള, വെള്ളം കിട്ടാതെ ജനങ്ങൾ വലയുന്ന എലപ്പുള്ളിയിൽ അത് വന്നുകൂടായെന്ന് ശാഠ്യപൂർവ്വം CPI വധിച്ചിട്ടുണ്ട്, സമരം ചെയ്തിട്ടുണ്ട്. ആ സമരം വിജയിച്ചു. എലപ്പുള്ളിയിൽ ബ്രൂവറി വന്നില്ല എങ്കിൽ അതിൻ്റെ കാരണക്കാർ CPI കൈക്കൊണ്ട ഏറ്റവും ശരിയായ, ഇടതുപക്ഷ പാർട്ടിക്ക് കൈക്കൊള്ളാൻ കഴിയുന്ന, അത് കൈക്കൊള്ളാൻ കഴിയൂ, ആ നിലപാടിൻ്റെ കരുത്താണ് കാണിക്കുന്നത്. നിങ്ങളത് കണ്ടില്ല. ADGP അജിത് കുമാർ ഞങ്ങളെന്താ പറഞ്ഞത്? ഞങ്ങൾ പറഞ്ഞു ക്രമസമാധാന പാലന ചുമതല ഒരു ഗൗരവമുള്ള ചുമതലയാണ്, ഏറ്റവും പ്രധാനപ്പെട്ട ചുമതലയാണ്. ഒരു ADGPയുടെ റാങ്കിങ്ങിൽ മുഖ്യമാണ് ക്രമസമാധാനം. ആ ചുമതല വഹിക്കുന്ന ഉദ്യോഗസ്ഥൻ 2 വട്ടം കണ്ടു ഇന്ത്യയിലെ പ്രമുഖരായിട്ടുള്ള RSS നേതാക്കന്മാരെ. എന്തിനു വേണ്ടി കണ്ടു ആർക്കും അറിയില്ല. 1 വട്ടമല്ല, 2 വട്ടം മൂഴമിട്ട് കണ്ടു. ആ കൂടിക്കാഴ്ചയുടെ ഉള്ളടക്കത്തെ പറ്റി ആർക്കും അറിയില്ല. അതേ ഉദ്യോഗസ്ഥൻ തൃശ്ശൂരിൻ്റെ, കേരളത്തിൻ്റെ സാംസ്കാരികോത്സവമായ പൂരം കലക്കാൻ വേണ്ടിയുള്ള നീക്കത്തിൽ പങ്കാളിയായി എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. വേറൊന്നുകൊണ്ടുമല്ല, ആ നിർണായക ദിവസം ജില്ലാ ചുമതലയുള്ള മന്ത്രി കെ രാജൻ പലവട്ടം വിളിച്ചിട്ടും ഈ ഉദ്യോഗസ്ഥന് ഫോൺ എടുക്കാൻ നേരം ഉണ്ടായിരുന്നില്ല. ഇതെല്ലാം ഞങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നു. ഞങ്ങളെന്താ ആവശ്യപ്പെട്ടത്? എന്തെല്ലാം കേമത്വം ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും ഈ ഉദ്യോഗസ്ഥൻ കേരളത്തിൻ്റെ ക്രമസമാധാന ചുമതല വഹിക്കാൻ യോഗ്യനല്ല. അതുകൊണ്ട് ആ
ഒരു ക്രമസമാധാനമായ ചുമതലയിൽ നിന്ന് അദ്ദേഹത്തെ ഒഴിവാക്കണമെന്നാണ് CPI ആവശ്യപ്പെട്ടത്. ഒഴിവാക്കിയില്ലേ? വിജയമല്ലേ CPIയുടെ? പലരും പറയുന്നുണ്ട് പിന്നെ LDFിനകത്ത് പദവികളൊക്കെ പങ്കുവെക്കുമ്പോഴത്തേക്കും, സ്ഥാനം പദവിയൊക്കെ പങ്കുവെക്കുമ്പോഴത്തേക്കും ഒരു മുന്നണിക്കകത്ത് പാലിക്കേണ്ട മര്യാദ പാലിച്ചു തീരും. അതുകൊണ്ടാണ് CPI പറഞ്ഞത് ആ MP സ്ഥാനം 3 MP സ്ഥാനം ഒഴിവ് വന്നപ്പോഴത്തേക്കും CPI ആവശ്യപ്പെട്ടു ഒരു MP സ്ഥാനം CPIക്ക് അവകാശപ്പെട്ടതാണ്, കിട്ടണമെന്ന് പറഞ്ഞു. വലിയ വിസമ്മതമായിരുന്നു പല കേന്ദ്രങ്ങൾക്കും സ്വാഭാവികമായിട്ടും. പക്ഷേ ആ ചർച്ചയ്ക്കൊടുവിൽ CPIക്ക് ആ MP സ്ഥാനം കിട്ടി രാജ്യസഭയിൽ. എനിക്ക് ഓർമ്മയുണ്ട്, വെളിയത്തിൻ്റെ കാലത്തും ഇതേ അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. CPMഉം CPIയും രാജ്യസഭ സീറ്റിനെ ചൊല്ലി തർക്കമുണ്ടായിട്ടുണ്ട്. ആ തർക്കത്തിൻ്റെ ഒടുവിൽ ഉണ്ടായ തീരുമാനം 6 കൊല്ലത്തെ LDFിലെ ഈ MP സ്ഥാനം 2 പാർട്ടിക്കും ഇടയിൽ തുല്യമായിട്ട് പങ്കിടണം. 3 കൊല്ലം CPIക്കും 3 കൊല്ലം CPMനും. ഇതാണ് ഉണ്ടായ ധാരണ. ഇത്തവണ 6 കൊല്ലവും CPIക്കാണ്. സൗമ്യതയ്ക്ക് ഒരു ഷാർപ്നെസ് ഉണ്ട്. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഈ ഇൻ്റർവ്യൂ സീരീസിൽ പറഞ്ഞത് ഈ പരാജയം മുൻകൂട്ടി കാണാൻ കഴിഞ്ഞില്ല. താഴെത്തട്ടിൽ നിന്ന് വരുന്ന റിപ്പോർട്ടുകളിലൊക്കെ വലിയൊരു വിജയമുണ്ടാകുമെന്നാണ് കരുതിയതെന്നാണ്. താങ്കൾക്ക് എന്താണ് ഈ ഒരു തെരഞ്ഞെടുപ്പിനെ കുറിച്ച് കിട്ടിയൊരു ഫീഡ്ബാക്ക്? ഇങ്ങനെ ഒരു പരാജയം പ്രതീക്ഷിച്ചിരുന്നു? എൻ്റെ മാത്രം ഫീഡ്ബാക്കല്ല, ഞങ്ങളുടെ പാർട്ടി കഴിഞ്ഞ ദിവസങ്ങളിൽ ദീർഘമായ അതിൻ്റെ വിയോഗങ്ങൾ ചർച്ച ചെയ്ത കാര്യമാണ്. ഒരുപാട് മണിക്കൂർ ഞങ്ങളുടെ എല്ലാ ഘടകങ്ങളും ചർച്ച ചെയ്തു. ഇതൊരു കനത്ത പരാജയമാണ്, കനത്ത പരാജയം. ആ പരാജയത്തിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് അതിന് വിളിക്കാൻ വേറൊരു പേരില്ല. ഈ പരാജയത്തിൻ്റെ പേര് പരാജയം എന്ന് തന്നെയാണ്. അങ്ങനെ സംബന്ധിച്ച് കഴിഞ്ഞാൽ, പറഞ്ഞു കഴിഞ്ഞാൽ, ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ എന്തുകൊണ്ട് ഈ പരാജയം? ഈ ചോദ്യം ചോദിക്കേണ്ടതുണ്ട്, ഞങ്ങൾ ചോദിക്കുന്നുമുണ്ട്. അടുത്ത ഘട്ടമാണ്, ചോദ്യമാണ്, ഇതിനെ മറികടക്കേണ്ടത് എങ്ങനെയാണ്? അതിലാണ് ഞങ്ങളിപ്പോൾ ഏർപ്പെട്ടിരിക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പരാജയം ഉത്തരിയല്ല. പരാജയപ്പെട്ടാൽ ഉടനെ തന്നെ പരാജയത്തിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോലത്തെ പാർട്ടി പിന്തിരിഞ്ഞ് ഓടിപ്പോകാനും പാടില്ല. ഞങ്ങളിവിടെ തന്നെ ഉണ്ടാകും, ജനങ്ങളുടെ കൂടെ, സമരങ്ങളുടെ കൂടെ. അതുകൊണ്ട് ഞങ്ങളുടെ സ്ഥാനം ഇവിടെ തന്നെയാണ്. ആ വഴിയിലൂടെ ഞങ്ങൾ തിരിച്ചു വരണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ആദ്യം വേണ്ടത് പാഠം പഠിക്കലാണ്. ആ പാഠം പഠിക്കാൻ ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്, അത് വിജയിക്കുകയും ചെയ്യും. ഒന്ന്, ഞങ്ങളെപ്പോഴും സഹായിച്ചു പോകുന്ന വിഭാഗമാണ് ന്യൂനപക്ഷങ്ങൾ. ഈ കേരളത്തിലെ ആഗോള വ്യാപകമായിട്ട് ന്യൂനപക്ഷങ്ങൾ, കുടിയേറ്റക്കാർ എല്ലാം ഇന്ന് വെല്ലുവിളിക്കപ്പെടുകയാണ്. ലോകത്തെല്ലാം ഒരു വലതുപക്ഷക്കാറ്റ് വീശുകയാണ്. ട്രംപ് കാലഘട്ടമാണത്. ട്രംപ്, മോദി, നെതന്യാഹു കൂട്ടുകെട്ടിൻ്റെ ഐഡിയോളജി ഒന്ന് തന്നെയാണ്. ഇസ്ലാമോഫോബിയ മെയിനായിട്ടും, പിന്നെ കുടിയേറ്റ വിരോധത്തിൻ്റെ ആ ഒരു ധിക്കാരം മുറ്റിയ വെറുപ്പ്, ഭാഷാ ന്യൂനപക്ഷങ്ങളെ ആട്ടിയകറ്റൽ, അഭയാർത്ഥികളെ ശത്രുവായി കാണൽ, പാവങ്ങളെ ചവിട്ടിത്തേക്കൽ, ദുർബലരെ, സ്ത്രീകളെ, ചെറുപ്പക്കാരെയെല്ലാം അവഗണിക്കൽ, ഇതെല്ലാമാണ് ഈ ഇന്ന് ആഞ്ഞു വീശുന്ന വലതുപക്ഷക്കാറ്റിൻ്റെ സാരാംശം. ലോകത്തെല്ലായിടത്തുമുണ്ട്. ആ കാറ്റിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യയിലുമുണ്ട് അന്ധമായിട്ടുള്ള ന്യൂനപക്ഷ വിരോധം, ഇസ്ലാം വിരോധം. അതിൻ്റെ അനുഭവങ്ങൾ എല്ലായിടത്തും ഉണ്ട്. പക്ഷെ കേരളത്തിൽ അവർക്കെപ്പോഴും ബോധ്യമായിരുന്നു സ്വന്തം അവകാശങ്ങൾ, ആരാധനാവകാശങ്ങൾ, സാംസ്കാരിക അവകാശങ്ങൾ ഇതെല്ലാം വെല്ലുവിളിക്കപ്പെട്ടാൽ സഹായിക്കാൻ ഇവിടെ LDF കൂടെ ഉണ്ടാകും എന്നൊരു ബോധ്യം അവർക്കുണ്ടായിരുന്നു. അതുകൊണ്ട് പലപ്പോഴും ഇതറിയും കുറഞ്ഞമായിരിക്കാം, പക്ഷേ അവർ പലപ്പോഴും നിലക്കൊണ്ടത് ഞങ്ങളുടെ കൂടെയായിരുന്നു. പ്രത്യേകിച്ചും അസംബ്ലിയിലേക്കുള്ള തിരഞ്ഞെടുപ്പുകളിൽ ഇത്തവണ വൻ തോതിൽ അതിന് മാറ്റം വന്നു.
ബന്ധുവായി ഞങ്ങളെ എന്നും കണ്ടുപോകുന്ന ആ സെക്ഷൻസ് ഞങ്ങളെ ബന്ധുവായി കണ്ടില്ലെന്ന് മാത്രമല്ല, ഒരു കടുത്ത വിയോജിപ്പോടുകൂടി തന്നെ അവർ ഞങ്ങൾക്കെതിരായിട്ട് വോട്ട് ചെയ്യാൻ വേണ്ടി അണിനിരുന്നു. അത് കാണണം ഞങ്ങൾ. വലിയ ഘടകമാണത്. പിന്നെ വേറൊരു കാര്യം ഉണ്ടായിട്ടുണ്ട് ഇവിടെ. ഞങ്ങൾ ആരുടെ പാർട്ടിയാണ്? മുന്നണിയാണ്. LDF പാവങ്ങളുടെ മുന്നണിയാണ്. പട്ടണക്കാർക്കും പാവങ്ങൾക്കും ഈ മുന്നണിയെപ്പറ്റി ഒരു വിശ്വാസവും പ്രതീക്ഷയുമുണ്ട്. അത് നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല. ഞങ്ങളുടെ ഗവൺമെൻറ് 10 കൊല്ലക്കാലവും ഒരുപാട് വികസന പ്രവർത്തനം നടത്തിയ ഗവൺമെൻറ്റാണ്. ക്ഷേമകാര്യങ്ങളിൽ ഈ സർക്കാർ ആരേക്കാൾ മുമ്പിലായിരുന്നു ഞങ്ങൾ 10 കൊല്ലക്കാലവും. കേന്ദ്ര ഗവൺമെൻറ് നിയന്ത്രിക്കുന്ന നീതി ആയോഗിൻ്റെ എല്ലാ പഠനങ്ങളിലും പലപ്പോഴും 1ാം സ്ഥാനം കേരളത്തിലായിരുന്നു. അതുകൊണ്ട് നോബഡി ക്യാൻ ക്വസ്റ്റ്യൻ LDFൻ്റെ വികസന കാര്യങ്ങളിലെ മുന്നേറ്റത്തിൻ്റെയും റെക്കോർഡിനെയും ആർക്കും തള്ളി പറയാൻ പറ്റില്ല. അതുപോലെ തന്നെ ക്ഷേമപ്രവർത്തനങ്ങളിൽ ഞങ്ങൾ കാണിച്ചിട്ടുള്ള മുൻകൈ അതും ഒരു യാഥാർത്ഥ്യമാണ്. പിന്നെ എവിടെയാണ് പിഴച്ചത് ആണ് ചോദ്യം. അതെ, ഞങ്ങളുടെ ഉത്തരം ഇതാണ്. ജനങ്ങൾ ക്ഷേമവും വികസനവും മാത്രമല്ല പ്രതീക്ഷിക്കുന്നത്. അവർക്ക് LDF ഗവൺമെൻറ്റിൽ നിന്ന് മറ്റ് പലതും കൂടി പ്രതീക്ഷിക്കാനുണ്ടെന്ന് വിശ്വസിക്കുന്നവർ. ഞങ്ങൾ വലതുപക്ഷമല്ല. ഇടതുപക്ഷമായ ആകയാൽ തന്നെ ഞങ്ങളുടെ ഭാഗത്തു നിന്ന് ജനങ്ങൾ പ്രതീക്ഷിക്കുന്ന ഇതിൻ്റെ പുറമേയുള്ള ചില കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ പൂർത്തിയാക്കാനോ അതിനെ വേണ്ടവർ മനസ്സിലാക്കാനോ ഞങ്ങൾക്ക് പറ്റാതെ പോയിട്ടുണ്ട്. അതിനകത്ത് പലതും പെടുന്നുണ്ട്. ഞങ്ങളുടെ പ്രയോറിറ്റീസ് മുഖ്യമാണ്. അങ്ങനെ നോക്കിയാൽ പലപ്പോഴും ഞങ്ങൾക്ക് ഈ നേട്ടങ്ങളെല്ലാം ഉണ്ടായപ്പോഴും ഏറ്റവും താഴെയുള്ള അടിസ്ഥാന വർഗത്തിൻ്റെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ബന്ധു എന്ന് ഞങ്ങൾക്കെല്ലാം ബോധ്യമുള്ള വിഭാഗങ്ങളുടെ കയറ്, കശുവണ്ടി, ചെത്ത്, കൈത്തറി തുടങ്ങിയ മേഖലകളിൽ അതാണ് കേരളത്തിൽ പരമ്പരാഗത മേഖല. ഒരു കാലത്ത് അതാണ് ഏറ്റവും അധികം പേർക്ക് ജീവിതം കൊടുത്ത മേഖല. അപ്പോൾ അത് ദുർബലമായിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ അതിപ്പോഴും യാഥാർത്ഥ്യമാണ്. ആ എല്ലാ രംഗത്തുള്ള പാവങ്ങൾ അസ്വസ്ഥരാണ്. അവർക്ക് തൃപ്തിയില്ല ഞങ്ങളെപ്പറ്റി. അവരുടെ കഷ്ടപ്പാടിനെയും ദുഃഖത്തെയും ഞങ്ങൾ വേണ്ടതുപോലെ സമയാസമയത്ത് കാണാൻ കൂട്ടാക്കിയിരുന്ന വിമർശനം അവർക്കുണ്ട്. പല ഭാഗത്തും വോട്ടിങ്ങിലും അത് പ്രതിഫലിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ പരമ്പരാഗതമായ ശക്തി കേന്ദ്രങ്ങളിൽ ഉണ്ടായ വോട്ട് ചോർച്ചയ്ക്ക് പിറകിൽ അതും ഘടകമാണ്. പിന്നെ ഞങ്ങളുടെ എല്ലാം ശൈലി, പെരുമാറ്റം പ്രധാനമാണത്. കമ്മ്യൂണിസ്റ്റുകാർക്ക് ഒരിക്കലും അവകാശമില്ല ജനങ്ങളെക്കാൾ വലിയവരായി ഭാവിക്കാൻ, ചിന്തിക്കാൻ. അങ്ങനെയല്ല അവർ. പക്ഷേ ആ ഒരു പ്രവർത്തനത്തിലെ ശൈലിയിലെ വ്യത്യാസം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെയും ഞങ്ങൾ ഗൗരവമായിട്ട് കാണണം. ഒരുപാട് ഫാക്ടേഴ്സ്, ഘടകങ്ങൾ ഒന്നിച്ച് കൂടി ചേർന്നിട്ടാണ് ഈ പരാജയം ഉണ്ടായത്. ഇപ്പോൾ ന്യൂനപക്ഷങ്ങളുടെ കാര്യം പറഞ്ഞു. CPM ബ്ലെയിം ചെയ്യുന്ന വെള്ളാപ്പള്ളി നടേശനെയാണ്. ശരിക്കും വെള്ളാപ്പള്ളി നടേശൻ മാത്രമാണോ, അല്ലെങ്കിൽ അദ്ദേഹത്തെ പ്രതിക്കൂട്ടിലാക്കിയാൽ ഈ ന്യൂനപക്ഷങ്ങളുടെ ആ ഒരു പിൻവാങ്ങൽ അതൊരു റീസണാണ്? അതിൽ ഒരു പങ്കും CPIക്കില്ല. SNDPയെ ഞങ്ങൾ മാനിക്കും. അതിൻ്റെ പാരമ്പര്യം അറിയാം ഞങ്ങൾക്ക്. പക്ഷേ വെള്ളാപ്പള്ളി SNDPയുടെ അടിത്തറയായിട്ട് നിൽക്കേണ്ട ശ്രീനാരായണ ദർശനങ്ങളുടെ മൂല്യവും അർത്ഥവും വെളിച്ചവും അറിയുന്ന ഒരാളാണോ എന്ന് കേരളം ചോദിക്കുന്നുണ്ട്. അതുപോലെ ഒരാൾ ഇടതുപക്ഷത്തിൻ്റെ ഏറ്റവും അടുത്ത ബന്ധുവായിട്ട് മാറുന്നത് ഇടതുപക്ഷത്തിൻ്റെ ബന്ധുക്കൾക്ക് പോലും ഉൾക്കൊള്ളാനാകാത്ത കാര്യമാണ്. CPIക്ക് ബോധ്യമാണ്. PMCയിൽ സ്റ്റാൻഡ് എടുത്ത CPI തൊട്ട് പിറ്റേന്നാളിൽ വെള്ളാപ്പള്ളി പറഞ്ഞു CPI ഇവിടെ ജീവിച്ചിരിപ്പുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയുള്ള ഒരു അഭ്യാസമെന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ പറയാൻ മാത്രമുള്ള ധിക്കാരം അങ്ങനെ ഉണ്ടായി വെള്ളാപ്പള്ളിക്ക്. പക്ഷേ ആ വെള്ളാപ്പള്ളിയെ അവസാന നിമിഷം വരെ CPM കൂടെ നിർത്തിയിരുന്നു. നമ്മൾ കണ്ടതാണ് ശബരിമലയിൽ
ഒരേ വാഹനത്തിൽ മുഖ്യമന്ത്രിയും വെള്ളാപ്പള്ളിയും കൂടെ യാത്ര ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ കേരളം കാണുന്നില്ലേ? അത് ആ ചോദ്യം ഉണ്ടായപ്പോഴത്തേക്ക് നിങ്ങൾ കണ്ടില്ലേ? ആ ചോദ്യം എന്നോടുണ്ടായി, നിങ്ങളാണെങ്കിൽ കയറ്റുമായിരുന്നു എന്ന്. ഞാൻ പറഞ്ഞു, ഞാനാണെങ്കിൽ എൻ്റെ കാറിൻ്റെ അകത്ത് വെള്ളാപ്പള്ളിയെ കയറ്റുമായിരുന്നില്ല എന്ന് പറഞ്ഞു ഞാൻ. ഉടനെ തന്നെ പിണറായി വിജയൻ പിറ്റേ ദിവസം പറഞ്ഞു, വിനയ വിശ്വമല്ല ഞാനെന്ന് പറഞ്ഞു. അപ്പോഴും ഞാൻ പറഞ്ഞു, ശരിയാണത്, പിണറായി വിജയനല്ല വിനയ വിശ്വം, ഞങ്ങൾ LDFൻ്റെ ഭാഗമാണ് ഞങ്ങൾ. പക്ഷെ ഞങ്ങൾക്ക് രണ്ട് ശൈലിയുണ്ട്, സമീപനം വേറെ വേറെയാണ്. അതുകൊണ്ട് അദ്ദേഹം ശരിയാണ് പറഞ്ഞത്. അദ്ദേഹമല്ല ഞാനല്ല അദ്ദേഹം. സ്ട്രാറ്റജിക്കലി ഒരു ഇറർ വെള്ളാപ്പള്ളിയോടുള്ള സമീപനത്തിൽ CPMന് ഒരു വീഴ്ച പറ്റി. അത് CPM പറയട്ടെ. പക്ഷെ ഒരു കാര്യമുണ്ട്, എല്ലായ്പ്പോഴും ഈ വിഷയമുണ്ട്, ആരാ നിങ്ങളുടെ കൂടെ നിങ്ങളുടെ ബന്ധുക്കളായിട്ട് സമൂഹം കാണുന്നവർ. സമൂഹത്തിൻ്റെ കണ്ണിൽ എപ്പോഴും നിങ്ങളെ വെള്ളപൂശുന്നവരാരാണ്, എപ്പോഴും നിങ്ങളെ ഇങ്ങനെ രക്ഷിക്കാൻ നിൽക്കുന്നു എന്ന് ഭാവിക്കുന്നവരാണ്. സമൂഹമുണ്ട് ഇവിടെ, ആ സമൂഹത്തിൻ്റെ കണ്ണുമുണ്ട്. അവരെല്ലാവരെയും നോക്കുമ്പോൾ അതിൻ്റെ ഒരു സ്കാനറിൻ്റെ അകത്ത് നമ്മളെല്ലാവരും വരുന്നുണ്ട്. ഇപ്പോൾ ഒരു ചെറിയ പ്രശ്നമുണ്ടായി. VMSൻ്റെ സ്മരണാർത്ഥമുള്ളൊരു വാർഷിക പരിപാടിയുണ്ട് തൃശ്ശൂർ, EMS സ്മൃതി. അതിൽ പങ്കെടുക്കവേ ഞാൻ ചോദിച്ചു, പിണറായി വിജയൻ പറഞ്ഞ അവതാരം ഞങ്ങളുടെ ഭരണത്തിൻ്റെ വരവിൻ്റെ ആരംഭകാലത്ത് അദ്ദേഹം പറഞ്ഞ ഏറ്റവും ശരിയായ പ്രസ്താവനയാണത്. നമ്മളെ തേടി പല അവതാരങ്ങളും വരും, അവരെ അടുപ്പിക്കരുത്, അവരെ നിർത്തേണ്ടത് അകറ്റിയാണെന്ന് അദ്ദേഹം പറഞ്ഞു. അത് ഞാൻ അവിടെ ഓർത്തു. എന്നിട്ട് ചോദിച്ചു, ആ വേദി ഞാൻ ചോദിച്ചു, ആ അവതാരങ്ങൾ അടുത്തേക്ക് വന്നോ, അകത്ത് കയറിയോ, അവർ നമ്മളെ കീഴ്പ്പെടുത്തിയോ? ആ ചോദ്യം നമ്മൾ ചോദിക്കേണ്ടത് ഇപ്പോഴാണ്. അതായിരുന്നു എൻ്റെ പ്രസംഗത്തിൻ്റെ ആ ഭാഗം. ബേബി അടക്കം അതെല്ലാവരും ഉണ്ടായിരുന്നു. ഇടതുപക്ഷ വേദിയിൽ ഒരു ചർച്ചയ്ക്ക് വേണ്ടി നിൽക്കുമ്പോൾ ആ ചോദ്യത്തിന് വിലക്കൊന്നുമില്ല. അത് വഴക്കല്ല, അത് വൈരാഗ്യത്തിൻ്റെ ലക്ഷണവുമല്ല. സഖാക്കൾ തമ്മിലുള്ള സംവാദത്തിൽ നമ്മൾ ചോദിക്കേണ്ട ചോദ്യമാണത്. ആ ചോദ്യം CPI ചോദിച്ചിട്ടുണ്ട് എല്ലാ കാലത്തും ചോദിച്ചിട്ടുണ്ട്. ഈ പറയുന്ന അവതാരങ്ങൾ ഈ ഭരണത്തെ എത്രമാത്രം സ്വാധീനിച്ചിട്ടുണ്ട്? അല്ല, ഭരണത്തിന് പറ്റിയ പാളിച്ചൽ അതെല്ലാം ഘടകമായിരിക്കും. ഉണ്ട്. ഏതൊക്കെ മേഖലകളിലാണ്? അല്ല, പാളിച്ചക്കല്ല ഒന്നാം സ്ഥാനം നേട്ടങ്ങൾക്കാണ്. പക്ഷേ ആ നേട്ടങ്ങളുടെ കൂടെ ഒഴിവാക്കിയിടുന്ന ചില പാളിച്ചയും ഉണ്ടായിട്ടുണ്ട്. ആ പാളിച്ചയുടെ പിറകിൽ ഒരു പക്ഷേ ഇത്തരം അവതാരങ്ങളുടെ സ്വാധീനവും കണ്ടേക്കാം. അത് വിശ്വസന വേണം. അപ്പോൾ CPM പറയുന്നു LDF അല്ലാതെ മറ്റാരുണ്ട്, ഈ ഒരു മുദ്രാവാക്യം ഒരു തിരിച്ചടിയായി എന്നുള്ളത്. അങ്ങനെ ഒരു വിലയിരുത്തൽ CPIക്കുണ്ടോ? ഞങ്ങളുടെ പാർട്ടി സംസ്ഥാന കൗൺസിലിൽ വന്ന ചർച്ചകളുടെ ഒരു വലിയ പോയിൻ്റ് അതായിരുന്നു. LDFൻ്റെ പരാജയത്തിൻ്റെ കാരണങ്ങളിൽ ഒരു മുഖ്യമായ കാരണമായിട്ട് പലരും പറയുന്നത് ആ ഒരു ഹോർഡിങ്ങാണ്. ജനങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത, ജനങ്ങൾ വെറുപ്പോടെ കണ്ട മുദ്രാവാക്യമാണെന്ന് അതേപ്പറ്റി പറഞ്ഞു. വ്യാപകമായി ഞങ്ങളുടെ പാർട്ടിക്കകത്തും ചിലപ്പോൾ മറ്റ് പാർട്ടികളിലും ആ ചർച്ച വന്ന് കാണും. ആ ഹോർഡിങ് ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രചാരവേലയുടെ ഭാഗമായിട്ട് വരാൻ പാടില്ലാത്ത ഒന്നായിരുന്നു ചർച്ച പോയത്. മുഖ്യമന്ത്രിയുടെ ഫ്ലെക്സ് മാത്രം കേരളം അങ്ങോളം ഇങ്ങോളം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, ഇടതുപക്ഷത്തിൻ്റെ ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് വന്നുകൂടാത്ത ഹോർഡിങ്ങാണത്. ആ വാചകം, അതിൻ്റെ രൂപം, അതെല്ലാം ഒരു സ്വന്തം ബന്ധുക്കൾക്കിടയിൽ
ഞങ്ങളെപ്പറ്റി LDF പറ്റി മതിപ്പുണ്ടാക്കിയില്ല. ജനങ്ങൾ, വോട്ടർമാർ അതിനെ മതിപ്പോടെയല്ല കണ്ടത്. ഇവിടേക്ക് ഒരു തിരുത്തൽ CPയുടെ ഭാഗത്ത് ഉണ്ടാകേണ്ടതല്ലായിരുന്നു. കാരണം ഇതിങ്ങനെ ഒരു തകർച്ചയിലേക്ക് പോകും എന്നൊരു തിരുത്തൽ ആ സമയത്ത് വരേണ്ടതായിരുന്നില്ലേ? ഞങ്ങളത് പലപ്പോഴും ശ്രമിച്ചിട്ടുണ്ട്. ഉണ്ട്, പലപ്പോഴും. ഞാൻ പറഞ്ഞില്ല, ചിലപ്പോൾ അപൂർവം, ചിലപ്പോൾ പുറത്തും, അതിനേക്കാൾ ഏറെ പ്രാവശ്യം അകത്തും ശ്രമിച്ചിട്ടുണ്ട്. ആ ശ്രമങ്ങളിലൊക്കെ ഞങ്ങൾക്ക് എപ്പോഴും വിജയം ഉണ്ടായിട്ടില്ല. പക്ഷെ എപ്പോഴും ഉണ്ടായത് പരാജയം മാത്രവുമല്ല, വിജയം ഉണ്ടായിട്ടുണ്ട്, അതുപോലെ തന്നെ വിജയിക്കാത്ത അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾ ഒന്നിലേറെ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ലെഫ്റ്റിൻ്റെ ഗവൺമെൻറ്റിനെ പറ്റിയുള്ള ജനകീയ പ്രതീക്ഷ അതിനൊത്തുയരാൻ നമുക്ക് ആകണം എന്ന് ഞങ്ങൾ എപ്പോഴും പറയുമായിരുന്നു. വണ്ടി വിട്ടുപൊട്ടിയാൻ പറയുമല്ല, ഈ സത്യങ്ങളെല്ലാം സത്യമെന്ന് ഞാൻ പറയുകയാണ്. ഇപ്പോൾ കോൺക്ലേവ്, ഒരുപാട് കോൺക്ലേവിൻ്റെ പരമ്പരയുണ്ടായി. CPI ഒരു LDF യോഗത്തിൽ പറഞ്ഞു, ഈ കോൺക്ലേവ് എന്ന വാക്കിൻ്റെ അർത്ഥം ആർക്കറിയാം? കയർത്തൊഴിലാളി കോൺക്ലേവ്, കശുവണ്ടി തൊഴിലാളി കോൺക്ലേവ്, അങ്ങനെ ഏറ്റവും താഴെയുള്ള പാവങ്ങളുടെ യോഗം വിളിക്കുമ്പോഴും അതിൻ്റെ പേര് കൺവെൻഷനോ യോഗമെന്നോ മീറ്റിംഗെന്നോ അല്ല, കോൺക്ലേവ് എന്നാണ്. അത് ആ വാക്ക് തന്നെ ഒരു അകറ്റുന്ന വാക്കാണ്. ഒരു ഗൗരവമേറിയ നയപ്രശ്നമുണ്ട്. അതും LDF CPI ഉന്നയിച്ചിട്ടുണ്ട്. അത് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സാണ്. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് വർഗപരമായും രാഷ്ട്രീയമായും അത് LDF മുദ്രാവാക്യമാകാൻ പാടില്ല. LDF CPI പറഞ്ഞിട്ടുണ്ട്, അത് ലോകബാങ്കിൻ്റെ വാക്കാണ്. സ്വന്തം വിജയത്തിൻ്റെ മാറ്റുകൂട്ടാൻ വേണ്ടിയോ അതിൻ്റെ അളവുകോലയ്ക്കോ LDF രാഷ്ട്രീയം പറയുമ്പോൾ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിന് ഇത്തരം സ്ഥാനം കൊടുക്കാൻ പാടില്ലായിരുന്നു. സംഭവിച്ചിട്ടുണ്ട്. ഒരു ഡിമാർക്കേഷൻ വേണം. എവിടെയാണ് ഇടതുപക്ഷത്തിൻ്റെ ഗവൺമെൻറ് വലതുപക്ഷ ഗവൺമെൻറ്റിനേക്കാളും വ്യത്യസ്തമാകുന്നത്? സാമാന്യ ജനതയോട് കാണിക്കുന്ന സമീപനത്തിലാണത്. പാവങ്ങളെ പറ്റിയുള്ള കരുതലിൻ്റെ കാര്യത്തിലാണത്. ആ കരുതലിൻ്റെ കാര്യത്തിൽ ഇടതുപക്ഷം വ്യത്യസ്തമായിരിക്കണം. അവിടെ വലതുപക്ഷം പോകുന്ന വഴിയെ ഇടതുപക്ഷം പോകാൻ പാടില്ല. ഇതാണ് ഞങ്ങൾ പറയാൻ ശ്രമിച്ചത്. അങ്ങ് പറഞ്ഞു, അകത്തും പുറത്തും തിരുത്തലുകൾക്ക് CPI ശ്രമിച്ചിട്ടുണ്ട്, ചിലതിൽ വിജയം കണ്ടിട്ടുണ്ട്, ചിലത് വേറെ പ്രശ്നമുണ്ട്. ഞങ്ങൾ ഈ മുന്നണിയുടെ ഭാഗം തന്നെയാണ്. അതെ, ഞാൻ വീണ്ടും പറയുന്നു, അതെ, LDF രാഷ്ട്രീയത്തിൻ്റെ കളം മാറിപ്പോകാൻ CPI ഇല്ല. ഞങ്ങളുടെ കളം ഈ കളമാണ്, LDF കളമാണ്. ആ കളം വിട്ടെറിഞ്ഞുകൊണ്ട് LDF ഈ വള്ളം മുക്കിക്കളഞ്ഞുകൊണ്ട് ഈ മുന്നണിയെ തകർത്തുകൊണ്ട് പോകാൻ ആകില്ല. ഞങ്ങൾ മുന്നണിയുടെ ഭാഗമാണ്, പ്രധാന ഭാഗമാണ്, ഗവൺമെൻറ്റിൻ്റെ ഭാഗമാണ്. ഞങ്ങളുടെ തന്നെ ഭാഗമായിട്ടുള്ള 4 സഖാക്കൾ മന്ത്രിമാരാണ്. അതെല്ലാം ഞങ്ങൾക്ക് പരിഗണിക്കണം. അതൊരു യാഥാർത്ഥ്യമാണല്ലോ. ഈ തിരഞ്ഞെടുപ്പിൽ നിർണായകമായൊരു ഫാക്ടറായിരുന്നു ശബരിമല. വാസ്തവത്തിൽ ഈ ശബരിമല അയ്യപ്പ സംഗമം എന്ന് പറയുന്നത് സംഘടിപ്പിക്കേണ്ട ഒന്നായിരുന്നു. അതൊരു കോൺട്രവേഴ്സിയിലേക്ക് എത്തി. അല്ല, ഞങ്ങളുടെ എല്ലാം പാർട്ടി കമ്മിറ്റിയിൽ ചർച്ചയ്ക്ക് വന്നൊരു ഗൗരവമുള്ള വിഷയം അതായിരുന്നു. ആഗോള അയ്യപ്പ സംഗമം സാങ്കേതികമായിട്ട് സംഘടിപ്പിച്ചത് നമുക്ക് പറയാം ദേവസ്വം ബോർഡാണെന്ന്. പക്ഷെ ജനങ്ങളതിനെ കണ്ടത് ഗവൺമെൻറ്റിൻ്റെ മുൻകൈയായിട്ടാണ്. LDF ഗവൺമെൻറ് നടത്തേണ്ട ഒന്നല്ല ആഗോള അയ്യപ്പ സംഗമം പോലൊരു കാര്യം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആഗോള നബി സ്മരണ സമ്മേളനം സംഘടിപ്പിക്കുമോ? നിങ്ങൾ ആഗോള ക്രിസ്തു സമ്മേളനം സംഘടിപ്പിക്കുമോ? ഇതൊക്കെ ചോദിക്കും ജനങ്ങൾ. ഒരു മതനിരപേക്ഷ രാഷ്ട്രത്തിൽ അതിൻ്റെ മൂല്യങ്ങൾ ഉയർത്തപ്പെടുക ഏറ്റവും അധികം കടപ്പെട്ട പക്ഷമായ ഇടതുപക്ഷം അയ്യപ്പന് വേണ്ടി മാത്രം ഒരു ആഗോള സംഗമത്തിന് വേണ്ടി മുൻകൈയെടുക്കുന്നു. മറ്റു മതക്കാർ, ന്യൂനപക്ഷക്കാർ ജീവിക്കുന്ന സമൂഹത്തിൽ ചോദ്യമുണ്ടാകും, എന്തുകൊണ്ട് ഒരു കൂട്ടർക്ക് വേണ്ടി മാത്രം ഒരു ആഗോള സംഗമം?
അതിനേക്കാൾ ഗൗരവമേറിയ പാളിച്ച സംഭവിച്ചിട്ടുണ്ട്. ആ സംഗമത്തിൻ്റെ വലിയ ഹൈലൈറ്റായിരുന്നു ഒരു സന്ദേശം. ന്യൂനപക്ഷങ്ങളും മതേതരവാദികളും ഒരുപോലെ അറപ്പോടെ കാണുന്ന പേരാണ് യു പി മുഖ്യമന്ത്രിയുടെ പേര്, ആദിത്യനാഥ്. അദ്ദേഹത്തിൻ്റെ മെസ്സേജ് വലിയ കാര്യമായിട്ടോട് വായിക്കപ്പെട്ടു. ആ സമയത്തെല്ലാം ഇന്ത്യയിലെ കേരളത്തിലെ ന്യൂനപക്ഷങ്ങൾ പ്രത്യേകിച്ചും LDFനെ പറ്റി മനസ്സിൽ കണ്ട വലിയൊരു പ്രതീക്ഷയുടെ ഗോപുരമുണ്ട്. അത് ഉലയുകയായിരുന്നു. അതൊരു ഒഴിവാക്കപ്പെടേണ്ട ഒന്നായിരുന്നു. അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് CPMൻ്റെ ജില്ലാ നേതാവ് പത്തനംതിട്ട, അദ്ദേഹം ജയിലിലായി. അതിനുശേഷം പത്മകുമാറിൻ്റെ കാര്യമാണ് പറയുന്നത്, അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തിരിക്കുക. പത്മകുമാറുണ്ടോ എന്നാൽ പിന്നെ സംഗമത്തിൻ്റെ കാലത്തല്ല, അല്ല അതിനു മുമ്പ് ശബരിമല കേസിൽ, സ്വർണ്ണക്കുള്ള കേസിൽ ജയിലിലായതിന് പത്മകുമാറിനെ ഇപ്പോൾ CPM സസ്പെൻഡ് ചെയ്തിട്ട് മാത്രമേ ഉള്ളൂ. വാസ്തവത്തിൽ അതും എത്ര കാലത്തിന് ശേഷമാണ്. അതൊക്കെ ജനങ്ങളിലൊരു സ്വാധീനം ഉണ്ടാക്കിയിട്ടില്ലേ? ജനങ്ങൾ LDFൻ്റെ ഭാഗത്ത് നിന്ന് ജനങ്ങൾ ചില വിഷയങ്ങളിലൊക്കെ ചില നിലപാടുകളും വ്യക്തതയും പ്രതീക്ഷിക്കുന്നുണ്ട്. പല കാരണം കൊണ്ടും ആ സമയത്തല്ല അത് വേണ്ടത്ര ഉണ്ടാകാതെ പോയി എന്ന് ജനം ചിന്തിക്കുന്നുമുണ്ട്. അല്ല, ഇപ്പോഴും അത് തിരുത്തപ്പെടുന്നില്ല. തിരുത്തപ്പെടും എന്നെൻ്റെ വിശ്വാസം. കമ്മ്യൂണിസ്റ്റ് വോട്ടുകളിലുള്ള ഇളക്കം സംഭവിച്ച ഒന്ന് പയ്യന്നൂർ, അമ്പലപ്പുഴ, തളിപ്പറമ്പ്, ഇവിടേക്ക് ഒരു ജാഗ്രതക്കുറവ് CPMന് സംഭവിച്ചുവെന്ന് CPI കരുതുന്നുണ്ട്. അത് CPMൻ്റെ മാത്രം പരാജയമല്ല, ഈ പരാജയങ്ങളെല്ലാം CPIയുടേതും കൂടിയാണ്. CPM പരാജയപ്പെട്ടു എന്നോർത്ത് ഞങ്ങൾ സന്തോഷിക്കുന്നവരല്ല, ഞങ്ങളെ ദുഃഖിപ്പിക്കുന്ന പരാജയങ്ങളല്ല. ബിജു പറഞ്ഞ ഈ 3 മണ്ഡലങ്ങൾ മാത്രമല്ല, ഞങ്ങൾ ഇടതുപക്ഷക്കാർ ഞങ്ങളുടെ ഒരിക്കലും ഇളകാത്ത കോട്ട എന്ന് കരുതി കണ്ടുപോകുന്ന പല മണ്ഡലങ്ങളിലും ഞങ്ങൾ പരാജയപ്പെട്ടു. പല പരാജയങ്ങളും വൻ പരാജയമായിരുന്നു. ഒരു വലിയ ഘടകമാണ് UDF വാരിയേറിയ പണം. മറ്റൊന്നായിരുന്നു ചിലയിടത്തെങ്കിലും വൻ തോതിൽ ഉണ്ടായിട്ടുള്ള വോട്ട് കൈമാറ്റം, അതും ഉണ്ടായിട്ടുണ്ട്. പിന്നെ കൃത്രിമങ്ങൾക്കുമുള്ള സാധ്യത നൽകാൻ പാടില്ല. അത്ര ആക്യുറേറ്റായിട്ട് അനുകൂലം പറയുവാണ് 102 സീറ്റുകളിൽ അവർ ജയിക്കും. 35 LDFനുള്ളൂ. 12 മന്ത്രിമാർ തോറ്റിരിക്കും. ഇതെല്ലാം പറയുന്ന ഒരു അത്ര വലിയ ആക്യുറസി ഒന്നും ഒരിക്കലും സഫോളജിക്കകത്ത് ആർക്കും പറ്റില്ല. സഫോളജി ഒരു സയൻസ് തന്നെയാണ്, ഞാൻ അംഗീകരിക്കാം. ആ സഫോളജിയിൽ പ്രാവീണ്യമുള്ള ആൾക്കാരുമുണ്ട്. കനകൂലി ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം. ആർക്കും സ്വന്തം അത്തരം പ്രതിഭകളെ പണം കൊടുത്ത് വാങ്ങാമെന്ന് ഒന്നാക്കി അദ്ദേഹം സ്വന്തം ഒരു വിൽപ്പന പണ്ടമായിട്ട് അദ്ദേഹം ഇത് പാർട്ടിക്ക് വേണ്ടി ചെയ്യുന്നത്. ഇത്തവണ ചെയ്തത് കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടിയാണ്. വലിയ പണം കൊടുത്താൽ ചിലപ്പോൾ അവരൊക്കെ ആർക്ക് വേണ്ടിയും പണി ചെയ്യാൻ പറ്റേക്കാം. ചിലപ്പോൾ എൻ്റെ ഒരു ദാറ്റ്സ് എ പ്രൊഫഷൻ, അത് നിൽക്കട്ടെ. പക്ഷെ അതിൻ്റെ പുറകിലുള്ള രാഷ്ട്രീയം മാത്രമല്ല, പല ഫാക്ടേഴ്സും. അവിടെയാണ് ഇലക്ഷൻ കമ്മീഷൻ്റെ നിലപാട് സംശയിക്കേണ്ടത്. ഇലക്ഷൻ കമ്മീഷൻ ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ്റെ കമ്മീഷൻ അല്ല. അത് BJPക്ക് വേണ്ടി കുഴലൂതുന്ന BJPയുടെ ഒരു ഉപകരണമായിട്ട് മാറിയിരിക്കുകയാണ്. ഇതൊക്കെ ഞാൻ പറഞ്ഞു, ECI, ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ, അതിൻ്റെ ഫുൾ ഫോം മാറ്റണം ഇപ്പോൾ. എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഓഫ് ഇഡിയോക്രസി എന്ന് വെച്ചാൽ BJPയുടെ രാഷ്ട്രീയത്തിന് വേണ്ടിയുള്ള ഒരു രാഷ്ട്രീയ ഇഡിയോക്രസിയാണ് അതിപ്പോൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും. ചാത്തന്നൂർ, തൃശ്ശൂർ, വൈക്കമൊക്കെ ദീർഘകാലമായിട്ട് കോട്ടയായിരുന്നു. ഈ 3 സീറ്റുകളിൽ സ്ഥാനാർത്ഥി നിർണയം പാളിയോ? അവിടെ മാത്രമല്ലല്ലോ, ഈ പരാജയത്തിൽ പല സ്ഥലങ്ങളിലും സ്ഥാനാർത്ഥി മാത്രമല്ല സംഭവിച്ചത്. തോൽവി ഉണ്ടായത് അവിടെ മാത്രമല്ലല്ലോ. ഒരു ഇലക്ഷൻ്റെ വിജയത്തിൽ പല ഫാക്ടേഴ്സും കൂടി ചിലപ്പോൾ വിജയം ഉണ്ടാകും.
ആ പല ഫാക്ടേഴ്സിൽ മുഖ്യമായ ഒന്നാണ് പൊതു രാഷ്ട്രീയ കാലാവസ്ഥ. വേറൊന്ന് ഇലക്ഷൻ്റെ ആ മെഷീനറി, മത്സരിക്കുന്ന പാർട്ടിയുടെ മുന്നണിയുടെ ആ ഇലക്ഷൻ മെഷീനറിയെ പറ്റിയും ഗൗരവമായിട്ടൊരു ചർച്ച വേണം. സ്ഥാനാർത്ഥിയും പ്രധാനപ്പെട്ട ഒന്നാണ്. പ്രചാരവേലയുടെ സൂക്ഷ്മതകൾ പ്രധാനപ്പെട്ട ഇപ്പോഴത്തെ കാലത്ത്. സാമ്പത്തിക ശേഷി നിർണായകമാണിപ്പോൾ. അങ്ങനെ ഒന്നിലേറെ ഫാക്ടേഴ്സ്, ഘടകങ്ങൾ ഒന്നിച്ചു കൂടുന്നതാണ് ഇലക്ഷനിലെ വിജയവും പരാജയവും. അങ്ങനെ നോക്കിയാൽ ഒരു ഒറ്റ കാര്യം പത്ത് നോക്കിയാൽ പോരാ. ഞങ്ങൾക്ക് നല്ലവണ്ണം അറിയാം പൊതു രാഷ്ട്രീയ കാലാവസ്ഥ ഇത്തവണ LDFന് അനുകൂലമായിരുന്നില്ല. അത് വൻതോതിൽ LDFന് വിരുദ്ധമായിരുന്നു. സമർത്ഥമായിട്ട് ഉപയോഗപ്പെടുത്താൻ വേണ്ടി കഴിഞ്ഞു UDFനും BJPക്കും. അതാണ് ഘടകം. ഞങ്ങളുടെ സ്ഥാനാർത്ഥികൾ പൊതുവിൽ മികച്ചവരായിരുന്നു. അവരെപ്പറ്റി ആർക്കും വ്യത്യസ്ത അഭിപ്രായങ്ങളില്ല. ഒരു ചീർത്തുകാൾ, ഒരു കളങ്കിതൻ, കഴിവുകെട്ട ആണോ പെണ്ണോ അല്ല ഒരു സ്ഥാനാർത്ഥിയുമെന്ന് ഉറപ്പാണ് ഞങ്ങൾക്ക്. അവരെല്ലാം മികച്ചവരായിരുന്നു. അനവധി കാലത്തെ ജനബന്ധമുള്ളവർ, ഇടതുപക്ഷ ആശയത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള എത്രയോ കാലമായിട്ട് പടവെട്ടിയവർ. ഞങ്ങളുടെ പട്ടിക പുറത്തു വന്നപ്പോൾ ബിജു എനിക്കറിയില്ല അന്ന് ഒരു കമൻറ്റ് ചെയ്തു വന്നു, പക്ഷേ പല ആൾക്കാരും വിളിച്ചു പറഞ്ഞു 25 പേരെ CPI അവതരിപ്പിച്ചപ്പോൾ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥി പട്ടികയെന്ന് എല്ലാവരും പറഞ്ഞു. അതിൽ മാന്യമായിട്ടുള്ള തോതിലുള്ള ചെറുപ്പക്കാരുടെ പങ്കാളിത്തം ഉണ്ടായിരുന്നു. സ്ത്രീ പങ്കാളിത്തം സ്വന്തം പട്ടികയിൽ ഏറ്റവും അധികം ഉറപ്പാക്കിയ പാർട്ടി CPI ആണ്. 25 പേരിൽ 5 പേർ സ്ത്രീകളായിരുന്നു. 20%. CPMലോ കോൺഗ്രസ്സിലോ ഒന്നും അത്രയും ശതമാനം വനിതാ പ്രാതിനിധ്യം ഉറപ്പാക്കാൻ ആയില്ല എന്ന് പലരും വിളിച്ചവരോട് പറഞ്ഞു. എനിക്കറിയില്ല കൃത്യമാണോ എന്ന്, പക്ഷേ പലരും വിളിച്ചു പറഞ്ഞു. ചെറുപ്പക്കാരുടെ പങ്കാളിത്തം, ന്യൂനപക്ഷങ്ങളുടെ പങ്കാളിത്തം, സാമൂഹികമായ പിന്നോക്കം നിൽക്കുന്നവരുടെ ആ വിഭാഗത്തിൻ്റെ പങ്കാളിത്തം, ഒരു പട്ടികയ്ക്ക് സ്ഥാനാർത്ഥി പട്ടികയ്ക്കകത്തൊരു സാംസ്കാരിക മുഖം വേണം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പ്രധാനപ്പെട്ട ഒന്നാണ്. ഒരു കൾച്ചറൽ ഫേസ് വേണം. എഴുത്തുകാർ, സാഹിത്യകാരന്മാർ, അവർക്കെല്ലാം ഈ പാർട്ടിയോട് ബന്ധമുള്ളവരാണ്. ഈ പാർട്ടിക്ക് അവരോട് ബന്ധമുണ്ട്. കലയെ, സംസ്കാരത്തെ, സാഹിത്യത്തെ എല്ലാം സ്നേഹിക്കുന്ന പാർട്ടിയായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അതിൻ്റെ പട്ടികയിൽ ആ മേഖലയ്ക്കും പ്രാതിനിധ്യം വേണമെന്ന് ഞങ്ങൾ ചിന്തിച്ചു. അങ്ങനെ നോക്കിയാൽ ഇറ്റ് വാസ് എ ഗുഡ് ലിസ്റ്റ്. പക്ഷേ ഈ പൊതു ഒഴുക്കിൽ ഞങ്ങൾ വീണുപോയി. അതിനകത്ത് പൊതു ഒഴുക്കിൻ്റെ പ്രശ്നം മാത്രമല്ല ഉണ്ടാവുക. അവിടെ ഞങ്ങൾക്ക് പരിഗണിക്കേണ്ട മറ്റ് പല ഫാക്ടേഴ്സും ഉണ്ട്. ഞങ്ങളത് പരിശോധിക്കുന്നുമുണ്ട്. ഞങ്ങൾ സ്റ്റേറ്റ് കൗൺസിൽ ചർച്ച ചെയ്യണത് ഇതിനെപ്പറ്റി. ഞാൻ തന്നെ അവിടെ ഒരു കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. ചിലയിടത്തെങ്കിലും സ്ഥാനാർത്ഥി മോശമല്ല, പക്ഷേ സ്ഥാനാർത്ഥിയെ പറ്റിയുള്ള അന്തിമ തീരുമാനമെടുക്കുന്ന ഘട്ടത്തിൽ ബന്ധപ്പെട്ട ജില്ലാ നേതൃത്വങ്ങളുമായിട്ട് കുറച്ചുകൂടി ആഴത്തിലുള്ള ഒരു ആശയവിനിമയം വേണ്ടതായിരുന്നു. ഈ ചർച്ചകൾ ഞങ്ങൾ പഠിച്ച പാഠം അതാണ്. ഒരു കലവറയും കൂടാതെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി അവിടെ ഞാനത് ഇന്നലെ വ്യക്തമാക്കിയതുമാണ്. അതാണ് CPI. CPIക്കകത്ത് ഒരിക്കലും ഞങ്ങൾ പിടിച്ച മുകളിൽ 3 കൊമ്പെന്ന് പറയില്ല. സ്ഥാനാർത്ഥികളുടെ നിർണ്ണയത്തിന് പാളിച്ച പറ്റിയൊന്നല്ല, സ്ഥാനാർത്ഥി തെറ്റിപ്പോയി എന്നല്ല. പക്ഷേ ആ പ്രക്രിയയിൽ ഞങ്ങൾ പാലിക്കേണ്ട ഒരു ജനാധിപത്യ കടമയായിരുന്നു അത്. എല്ലാവരുടെയും ലിസ്റ്റ് വന്നത് ജില്ലകൾ അയച്ചതാണ്. ജില്ലാ പാനലാണ് ലിസ്റ്റ് അയച്ചത്, അതാണ് അയക്കേണ്ടത്. അതിൽ നിന്ന് സംസ്ഥാന എക്സിക്യൂട്ടീവിൻ്റെ അവകാശമാണ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കൽ. അവിടെ ഒന്നും വീഴ്ചയില്ല. പക്ഷേ ഒരു ജനാധിപത്യ പാർട്ടിക്കകത്ത് ഇതിൻ്റെ നിർവഹണ ഘട്ടത്തിൽ ഒരു ആശയവിനിമയത്തിൻ്റെ ആവശ്യകതയുണ്ട് സഹാക്കൾ തമ്മിൽ.
അത് വേണ്ടത്ര ഉണ്ടായിട്ടില്ലെന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു. അത് ഞങ്ങൾ പാർട്ടിക്കകത്ത്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് ചെയ്യുന്നത് പോലെ തന്നെ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെ പ്രവർത്തനങ്ങൾ ഈ തിരഞ്ഞെടുപ്പിൽ പരാജയത്തിന് ശേഷം പലരും ഒരു വിമർശനമായി ഉന്നയിക്കുന്നുണ്ട്. അതിനെ താങ്കൾ എങ്ങനെയാണ് റിവ്യൂ ചെയ്യുന്നത്? ഞാൻ ഓഫീസിൻ്റെ അസുഖം ബന്ധപ്പെട്ട ആളല്ല, എനിക്കത് അങ്ങനെ പറയാൻ അവകാശമില്ല. പക്ഷേ പൊതുവിൽ സമൂഹം പറയുന്നുണ്ട്, പൊതുവിൽ ഞാൻ കേട്ടിട്ടുമുണ്ട്. ഈ തിരഞ്ഞെടുപ്പിൽ ഒരു ദയനീയ പരാജയം സംഭവിച്ചു. അപ്പം അങ്ങനെയുള്ള ഒരാളെ പ്രതിപക്ഷ നേതാവായിട്ട്, അതും പിണറായി വിജയനെ പ്രതിപക്ഷ നേതാവായിട്ട് വയ്ക്കുമ്പോൾ അത് കൊടുക്കുന്നൊരു സന്ദേശം എന്താണ്? പ്രതിപക്ഷ നേതൃസ്ഥാനം എന്ന് പറയുന്നത് CPMൻ്റെ റൈറ്റാണത്. ആ സ്ഥാനത്തേക്ക് ആരെ നിയോഗിക്കണമെന്ന് ചിന്തിക്കേണ്ടതും തീരുമാനിക്കേണ്ടതും ആ പാർട്ടിയാണ്. ഒരു ഫെറ്റേണൽ പാർട്ടിയായ CPI അതിനകത്ത് കയറിയിട്ട് അഭിപ്രായം പറയാൻ പോകുന്നത് ശരിയല്ല. അതുകൊണ്ട് ഇറ്റ് ഈസ് ദർ എക്സ്ക്ലൂസീവ് റൈറ്റ്. പക്ഷേ അദ്ദേഹമാണ് ഇനി അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിനെ നയിക്കേണ്ടയാൾ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിന്നിട്ട്. അതേപ്പറ്റിയെല്ലാം ചിന്തിക്കാൻ എല്ലാവർക്കും ബാധ്യതയുണ്ട്, കടമയുണ്ട്. ഇനി എന്ത് തിരുത്തൽ പ്രക്രിയയിലൂടെയാണ് കടന്നു പോകാൻ പോകുന്നത് CPI? ഞങ്ങളിപ്പോൾ പ്രതിപക്ഷത്തെ ഉപനേതൃപദവി ആവശ്യപ്പെട്ട പാർട്ടിയാണ്. അതൊരു മഹാപദവിയല്ല. അതിന് പ്രത്യേക ഓഫീസില്ല, പ്രത്യേക സ്റ്റാഫില്ല, പ്രത്യേക അലവൻസില്ല, ഒന്നുമില്ല. പക്ഷേ ഞങ്ങളത് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ആൻഡ് വി ആർ സീരിയസ് ഓൺ ദാറ്റ്. ഇതുവരെ കിട്ടിയില്ല? അല്ല, കിട്ടിയിട്ടില്ല. വി ആർ സീരിയസ് ഓൺ ദാറ്റ്. കിട്ടിയിട്ടില്ല ഇതുവരെ? കിട്ടിയിട്ടില്ല. പക്ഷേ അത് കിട്ടണം എന്നാണ് CPI നിലപാട്. എന്തുകൊണ്ട്? ഒരിക്കലും പദവിയുടെ വലുപ്പം കൊണ്ടേ അല്ല, ഒരു മുന്നണിക്കകത്ത് ആ സംസ്കാരം ഉണ്ടായി വരണം. മുന്നണി എന്ന് പറഞ്ഞാൽ എന്താ? അതും ഒരു LDF എന്താ? CPI കാഴ്ചപ്പാട് ഇങ്ങനെയാണ്. LDFിലെ ഓരോ അക്ഷരത്തിനും അർത്ഥമുണ്ട്. അത് വെറും അക്ഷരം മാത്രമല്ല, അർത്ഥമുള്ള, ആശയമുള്ള, ആഴമുള്ള വാക്കാണ് ഓരോന്നും. L ലെഫ്റ്റാണത്, ഡെമോക്രറ്റിക്കാണത്, ഫ്രണ്ടാണത്. അത് ഇടതുപക്ഷമാകണം, അത് ജനാധിപത്യപരമാകണം, അത് മുന്നണിയാകണം. അങ്ങനെയാകുമ്പോൾ ഇതെല്ലാം വേണ്ടി വരും. പണ്ട് കീഴ്വഴക്കം അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇത്രയും കനത്ത ഒരു പരാജയം ഏറ്റുവാങ്ങി തിരുത്തി മുന്നോട്ട് പോകാൻ പ്രതിജ്ഞാബദ്ധമായ ഒരു ഇടതുപക്ഷം ജനങ്ങളുടെ മുമ്പിൽ ഇനിയും നിൽക്കേണ്ട, പൊരുതേണ്ട, നയിക്കേണ്ട പക്ഷമാണത്. അതിന് സ്വന്തം രാഷ്ട്രീയ കാഴ്ചപ്പാടിലും സമീപനങ്ങളിലും ശൈലിയിലും എല്ലാം കുറച്ച് മാറ്റം വരുത്തേണ്ടി വരും. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ പറയുന്നത്, ഒരു മുന്നണിക്കകത്ത് പദവികൾ പങ്കിടുമ്പോൾ നേതൃസ്ഥാനം CPMനാണ് എന്ന് പറയുന്ന അതേ വ്യക്തതയിൽ, അതേ ഉറപ്പിൽ CPI പറയുന്നു, ഉപനേതൃസ്ഥാനം CPIക്ക് ലഭിക്കാൻ അവകാശമുണ്ട്. ആ അവകാശമാണ് CPI മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഇതുവരെ കിട്ടിയിട്ടില്ല. കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ആ ഡിമാൻഡ് തെറ്റല്ല. കിട്ടിയില്ലെങ്കിൽ അപ്പോൾ നോക്കാം. CPIക്ക് മുമ്പിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഈ മുന്നണിയെ കാത്തുരക്ഷിച്ചുകൊണ്ട് LDFിൻ്റെ ഭാഗം തന്നെ ആയി നിലക്കൊണ്ടുകൊണ്ട് LDFിൻ്റെ ഇടതുപക്ഷ ആശയങ്ങളുടെയും അർത്ഥത്തിൻ്റെയും മൂല്യത്തിൻ്റെയും കാവൽക്കാരായി സ്വയം പ്രവർത്തിക്കാൻ CPIക്ക് മുമ്പിൽ ഓപ്ഷൻസ് പലതും ഉണ്ട്. ഇക്കാര്യത്തിൽ ഏതറ്റം വരെയും പോകും? ഇത് മഹാകാര്യമൊന്നുമല്ല, പക്ഷേ ഇത് CPIക്ക് ലഭിക്കണം എന്നാണ് മുന്നണി, അതാണ് ലെഫ്റ്റ്, അതാണ് ഡെമോക്രാറ്റിക്. അത് CPMൽ സഹാക്കൾക്കും ബോധ്യപ്പെടും. ബോധ്യപ്പെടുമോ അതോ ബോധ്യപ്പെടുത്തുമോ? ബോധ്യപ്പെടും. അവർക്ക് രാഷ്ട്രീയമുണ്ടല്ലോ, അവർക്കറിയാമല്ലോ എന്താ ആകണം ലെഫ്റ്റ്, എന്താകണം മുന്നണി, എന്താകണം ഡെമോക്രാറ്റിക്, അവർക്കും അറിയാമല്ലോ അതൊക്കെ. നമ്മളൊരു കട്ട് ഓഫ് ഡേറ്റ് പറയുന്നു ഇല്ല. രാഷ്ട്രീയത്തിലൊക്കെ തീയതിയൊന്നും വെച്ചിട്ടൊന്നുമില്ല. കിട്ടണം, ഒരു തീയതിയുമില്ല. വേറെ പലരും പറയുന്നുണ്ട്. CPI ഈ കാര്യം പരസ്യമായി പറയാൻ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞ പലരുമുണ്ട്. അവർക്ക് എല്ലാ വസ്തുത അറിയാമെന്നതുകൊണ്ട് പറയുകയാണ്. CPI ഈ കാര്യം പറഞ്ഞത് ആദ്യം പരസ്യമായിട്ടല്ല,
CPI ഇത് പറഞ്ഞത് ആദ്യമായിട്ട് CPM യോഗത്തിലാണ്. എൻ്റെ ഓർമ്മ അത് മെയ് മാസം 7-ാം തീയതി ആണെന്നാണ്. LDF കൂടിയപ്പോൾ തിരഞ്ഞെടുപ്പിൻ്റെ ഫലപ്രഖ്യാപനം കഴിഞ്ഞ് LDFൻ്റെ യോഗം ചേർന്നപ്പോഴത്തേക്കും ഞങ്ങൾ ഒന്ന് ഒരുമിച്ചിരുന്നു. CPIയും CPMും കൂടി LDF യോഗത്തിൻ്റെ മുമ്പ് തന്നെ. അവിടെ CPI എല്ലാ ഗൗരവത്തിലും ഈ വിഷയം ഉന്നയിച്ചു. അത് പുതിയ ആവശ്യമാണത്. CPMന് അപ്പോൾ അത് രസമെന്നോ പറയാൻ പറ്റില്ല, അതൊക്കെ ഞങ്ങൾക്കറിയാം. അവർ പറഞ്ഞു അത് ആലോചിക്കാതെ പറയാനില്ല എന്ന് പറഞ്ഞു. ശരിയാണ്, ആലോചിക്കാതെ പറയാൻ പറ്റില്ല. ഞാൻ ചോദിച്ചു, CPI ഈ കാര്യം ഇപ്പോൾ കൊള്ളാൻ പോകുന്ന LDF യോഗത്തിൽ ഉന്നയിക്കട്ടെ എന്ന് ചോദിച്ചു. സഹാക്കളപ്പനൊരു പറഞ്ഞു വേണ്ട, നമ്മൾ തമ്മിലൊരു ബൈലാറ്ററൽ ചർച്ചയിൽ നമുക്കത് ടേക്കപ്പ് ചെയ്യാം, അത് മുന്നണിക്കകത്ത് പറയണ്ട എന്നവർ പറഞ്ഞു. CPI അത് അംഗീകരിക്കുകയും ചെയ്തു. അതുകൊണ്ട് ആ വാദം ഒട്ടും വസ്തുതാപരമല്ല. മുന്നണിക്കകത്തോ പാർട്ടികളുടെ തമ്മിലോ പറയാതെ CPI പരസ്യമായിട്ട് പറഞ്ഞു പോയെന്ന് പറഞ്ഞതൊന്നും സത്യമല്ല. അതുകൊണ്ടത് ആവർത്തിക്കാൻ പാടില്ല. മേലാൽ തെറ്റാണത്. ഞങ്ങളെല്ലാ മര്യാദയും എന്നും പാലിക്കുന്ന പാർട്ടിയാണ്. അത്തരം കാര്യങ്ങളിലൊക്കെ CPIക്കൊരു ആദർശമുണ്ട്. അതൊന്നും CPIയുടെ മേൽ ഇന്നോ ഇന്നലെ വന്നതല്ല, ഞങ്ങളുടെ കൂടെ ഉണ്ടതല്ല. പാർട്ട് ഓഫ് അവർ ബ്രീത്ത്, ഞങ്ങളുടെ ശ്വാസത്തിലുണ്ട് ആ സംസ്കാരവും ആ ശൈലിയും. ഞങ്ങൾ വഴിവിട്ടത് ചെയ്തവരല്ല. അതുകൊണ്ട് ഞാൻ വീണ്ടും പറയുന്നു, ഈ പദവി ഒരു വലിയ പദവിയല്ല. പക്ഷെ മുന്നണിക്കകത്ത് നിൽക്കുമ്പോഴത്തേക്കും ആ മുന്നണി സംസ്കാരവും മുന്നണി ബന്ധങ്ങളും പാലിക്കാൻ വേണ്ടി എല്ലാ പാർട്ടികളും മനസ്സിലാക്കേണ്ട ഉൾക്കൊള്ളേണ്ട കാര്യങ്ങളുണ്ട്. അങ്ങനെ വരുമ്പോഴത്തേക്കും ഈ ആവശ്യം ശരിയാണ്. ഈ പരാജയത്തിന് ശേഷവും ഈ ഇത്തരത്തിലുള്ള വിട്ടുവീഴ്ചകൾക്ക് CPM മുതിരാത്തത് എന്താണ്? കാരണം ഇപ്പം കോൺഗ്രസ്സിലാണെങ്കിൽ കോൺഗ്രസ് കഴിഞ്ഞാൽ ലീഗിൻ്റെ ഒരു രണ്ടാം അത് CPM ആണ് പറയേണ്ടത്. എനിക്ക് ആ പാർട്ടിയെ പറ്റി ഉള്ള പ്രതീക്ഷ ഈ ഒരു പരാജയവേളയിൽ ഓരോ ഇടതുപക്ഷ പാർട്ടിക്കകത്തും CPIയിലും CPMലും അടക്കം വരുത്തേണ്ടുന്ന പ്രവർത്തന ശൈലികളിലെ മാറ്റം, സമീപനങ്ങളിലെ മാറ്റം, സംസ്കാരത്തിലെ മാറ്റം, പെരുമാറ്റത്തിലെ മാറ്റം, അതെല്ലാം CPM സഹാക്കൾക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്നാണ്. എത്രയോ കൊല്ലങ്ങളിലെ അനുഭവ സമ്പത്തുള്ളവരാണ് അവരെല്ലാവരും. അതുകൊണ്ട് അവരൊന്നും ഒന്നുമില്ലാത്തവരല്ല. അപ്പോൾ അവരെപ്പറ്റി എനിക്ക് വിശ്വാസവും പ്രതീക്ഷയുള്ളത്. ദേ ആർ ഗുഡ് കോംറേഡ്സ്. നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ അംഗരക്ഷകരുടെ സമീപന രീതികൾ ആലപ്പുഴയിലെ മർദ്ദൻ ഒരു MLA വരെ ക്രിയേറ്റ് ചെയ്തു. അത് തെറ്റായിരുന്നു. അംഗരക്ഷകരുടെ പെരുമാറ്റ രീതികൾ തെറ്റായിരുന്നു. പിന്നെ എന്തുകൊണ്ടാണ് ഇതൊന്നും തിരുത്തപ്പെടാതെ? ആലപ്പുഴയിലെ മർദ്ദനത്തിന് ശേഷം പല സ്ഥലങ്ങളിലും ഇത് നടന്നു. എവിടെയാണ് ഈ പാളിച്ച സംഭവിക്കുന്നത്? തെറ്റായിരുന്നു, തെറ്റ് തന്നെയായിരുന്നു. ആ തെറ്റ് ഇപ്പോൾ തെളിയിക്കപ്പെട്ടു. അല്ല, പിണറായി വിജയനെ പോലെ ഒരാൾക്ക് ഇതൊന്നും കാണാൻ കഴിയുന്നില്ല എന്ന് പറയുന്നത്? എനിക്കൊന്നും പറയാനില്ല അതിനെപ്പറ്റി. ആ തെറ്റുകൾ തുടരുന്നു കുറേ കാലം. എനിക്കൊന്നും പറയാനില്ല ഇതിനപ്പുറം. ഈ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായ CMRL കേസ്, അത് ഈ തെരഞ്ഞെടുപ്പിനെ എത്രയെങ്കിലും സ്വാധീനിച്ചിട്ടുണ്ടായിട്ട് തോന്നുന്നുണ്ടോ? ചെറുതായി കണ്ടേക്കാം. ഞങ്ങളതിനെ കാണുന്നത്, ഒരു വ്യക്തി ഒരു കമ്പനി ആരംഭിച്ചു, ആണോ പെണ്ണോ ആകട്ടെ, ആ വ്യക്തി പ്രായപൂർത്തിയായ വ്യക്തിയാണ്. ഒരു കമ്പനി ആരംഭിക്കാൻ അല്ലെങ്കിൽ കൺസൾട്ടൻസി ആരംഭിക്കാനുള്ള യോഗ്യത ഉണ്ട് ആ സ്ത്രീക്ക് അല്ലെങ്കിൽ ആ പുരുഷന്. അവരൊരു കമ്പനി ആരംഭിക്കുന്നു, ഒരു കൺസേൺ, ഒരു ഫെയിം തുടങ്ങുന്നു. ആ കൺസേൺ, ആ ഫെയിം വേറൊരു കൂട്ടരുമായിട്ടൊരു കരാറുണ്ടാകുന്നു. ആ കരാറും അതിൻ്റെ എല്ലാ കൊടുക്കലും വാങ്ങലും എല്ലാം കമ്പനി ആക്ട് പ്രകാരമോ മറ്റ് കോൺട്രാക്റ്റ് ആക്ട് പ്രകാരമോ ഒക്കെയുള്ള അവരുടെ അവകാശവും ഉത്തരവാദിത്വമാണ്. അതിൽ CPIക്ക് താല്പര്യമില്ല. ഇത് CPI പലവട്ടം പറഞ്ഞു, ഇപ്പോഴും വീണ്ടും പറയുന്നു, താല്പര്യം CPIക്കില്ല. CMRL എക്സാലോജിക് രണ്ട് ബിസിനസ് സംരംഭങ്ങളാണ്. അതിൽ ഉയർച്ചയോ താഴ്ചയോ ഒന്നും ഞങ്ങളുടെ വിഷയമല്ല. അതുമായിട്ട് ബന്ധപ്പെട്ട് ഒന്നിലും താല്പര്യം CPIക്കില്ല. ഇത് LDF നടത്തിയൊരു പ്രൊട്ടസ്റ്റ് ഡേ ഉണ്ടായിരുന്നു ഇവിടെ.
സഖാവ് പിണറായി വിജയൻ്റെ വീട് അത് കേരളത്തിലെ LDFൻ്റെ പ്രതിപക്ഷ നേതാവിൻ്റെ വീടാണത്. ആ വീട്ടിൽ ED കാലത്തെ എത്തി. ഒരു ദിവസം 5-8 മണിക്കൂർ നേരം അവിടെ ED ഉണ്ടായിരുന്നു. രാജ്യം മുഴുവനും വലിയ പ്രചാരവലയം ഉണ്ടായിരുന്നു. ആ സീൻ ED ഉണ്ടാക്കിയത് തെറ്റായിട്ടാണ്, രാഷ്ട്രീയ തെറ്റാണത്. ആ അഭിപ്രായം ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ഒരു പ്രൊട്ടസ്റ്റ് ഡേക്ക് കോൾ ചെയ്തു LDF. അതുകൊണ്ട് CPI പങ്കെടുക്കുകയും ചെയ്തു. ആ പ്രൊട്ടസ്റ്റ് ഡേയിൽ പിറ്റേ ദിവസം അവിടെ ഞാൻ പ്രസംഗിച്ചു. ആ വാചകമാണിത്. CMRL എക്സാലോജിക് ആ 2 കമ്പനികൾ തമ്മിലുള്ള ബന്ധത്തിൻ്റെ ഒരു വിഷയവും ഞങ്ങളുടെ വിഷയമല്ല. അതിൽ CPIക്ക് താല്പര്യവുമില്ല. അതിൽ കുറ്റവാളി ശിക്ഷിക്കപ്പെടണം. കുറ്റവാളി ആരാണെന്ന് കണ്ടുപിടിക്കപ്പെടട്ടെ. അതിനപ്പുറത്ത് LDFൻ്റെ രാഷ്ട്രീയമൊക്കെയാണ് അതിനെ കാണുന്നില്ല. LDF രാഷ്ട്രീയം വേറൊന്നാണ്. എന്നാണ് CPI നിലപാട്. മുഖ്യമന്ത്രിയുടെ മകൾ എന്നുള്ള നിലയിൽ ഈ കേസ് ഈ തെരഞ്ഞെടുപ്പിലെ വോട്ടർമാരെ സ്വാധീനിച്ചിട്ടുണ്ടോ? ഒരളവിൽ കണ്ടേക്കാം. ഉണ്ട്. ഒരളവിൽ കണ്ടേക്കാം. പക്ഷെ മുഖ്യമന്ത്രിയുടെ മകളെന്നുള്ള നിലയിൽ കൂടുതൽ മുഖ്യമന്ത്രിയുടെ മകൾ ഒരു സംരംഭം ആരംഭിക്കാൻ പാടില്ലായൊന്നുമില്ല. അവർക്ക് ടേസ്റ്റ് അതാണെങ്കിൽ, താല്പര്യം അതാണെങ്കിൽ, അതാണ് അവരുടെ അഭിരുചിയെങ്കിൽ ലെറ്റ് ഹി ഓർ ഷീ ഡു ഇറ്റ്. അത് വേറെ വിഷയമാണ്. അത് രാഷ്ട്രീയ വിഷയമല്ല, പാർട്ടി വിഷയമല്ല. പാർട്ടിക്ക് പാർട്ടിക്കാരും വേറെയുണ്ട്, മുന്നണിക്ക് മുന്നണിക്കാരും വേറെയുണ്ട്. ബിസിനസ് സംരംഭം, അതിലെ ഡീലുകൾ, കാര്യങ്ങൾ, കോൺട്രാക്റ്റ്, വായ്പ വാങ്ങിച്ചത്, കൊടുക്കൽ, അതെല്ലാം കമ്പനി ആയിട്ടോ കോൺട്രാക്റ്റ് ആയിട്ടോ ഒക്കെ കൂടി നിശ്ചയിക്കട്ടെ. അതേപ്പറ്റി പറയാൻ ഞങ്ങൾക്കറിയില്ല, ഞങ്ങളുടെ വിഷയമല്ല അത്. ഞങ്ങൾ ഉറപ്പിച്ചു പറയുന്നു, ഞങ്ങൾക്ക് താല്പര്യമുള്ള മേഖലയല്ലേ അല്ല അത്. പക്ഷേ അന്വേഷണ ഏജൻസിയിൽ കണ്ടെത്തിയിരിക്കുന്നത് വീണ വിജയൻ ഇല്ലാത്ത സേവനത്തിന് പണം വാങ്ങിയെന്നാണ്. എനിക്കറിയില്ല അതിനെപ്പറ്റി. അത് ഞാൻ പറഞ്ഞല്ലോ, CPI സ്റ്റാൻഡതാണ്. അന്വേഷണത്തിൻ്റെ ഏജൻസികളോ നിയമമോ അതിൻ്റെ വഴിക്ക് പോകട്ടെ. പാർട്ടികളോ മുന്നണിയോ അതിനകത്ത് ഇടപെടാൻ പാടില്ല. പക്ഷേ ED ഉദ്യോഗസ്ഥരുടെ വാഹനം ആക്രമിക്കപ്പെട്ടു. അതിൻ്റെയൊക്കെ പാഠം പഠിക്കട്ടെ എല്ലാവരും. പ്രതിഷേധം ഉണ്ടാകാം, കാരണം ഒരു പോളിറ്റ് ബ്യൂറോ അംഗം, പ്രതിപക്ഷ നേതാവ്, അദ്ദേഹത്തിൻ്റെ വസതിയിൽ 8 മണിക്കൂർ നേരം, അന്ന് അതിലേറെ നേരം ഒരു നാടകം കളിക്കും പോലെ ഒരു സീനുണ്ടാക്കുന്നു. ED ആണെങ്കിൽ രാഷ്ട്രീയമായിട്ട് ഒരുപാട് താല്പര്യമുള്ള ഏജൻസിയാണ്. അതും എല്ലാവർക്കും അറിയാം. ആ വീടിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇങ്ങനെയൊരു പ്രചാരവേലയ്ക്ക് വേണ്ടി അവസരം ഒരുക്കുമ്പോഴത്തേക്ക് പ്രൊട്ടസ്റ്റ് ഉണ്ടാകാം. ആ പ്രൊട്ടസ്റ്റ് എങ്ങനെ വേണം, അതിൻ്റെ രൂപം എന്താണെന്നൊക്കെ തീരുമാനിക്കേണ്ടത് ആ പ്രൊട്ടസ്റ്റ് സംഘടിപ്പിച്ച പാർട്ടിയാണ്. അതിൽ ഉണ്ടായിട്ടുള്ള അനുഭവങ്ങൾ അവർ പഠിക്കട്ടെ. ഒരു ചോദ്യം കൂടി. ഈ മുഖ്യമന്ത്രിയുടെ മകളെന്നുള്ള നിലയിൽ ഒരു സുതാര്യമായ ശൈലി വീണ വിജയൻ സ്വീകരിക്കേണ്ടതായിരുന്നില്ലേ? അതേപ്പറ്റി എനിക്കൊന്നും പറയാൻ കാര്യമില്ല. ഒരു പ്രായപൂർത്തി വന്ന വ്യക്തിയാണ്. പ്രായപൂർത്തി വന്ന വിദ്യാഭ്യാസമുള്ള ഒരു ആണോ പെണ്ണോ, ഒരാളുടെ മകളായതുകൊണ്ടോ മകനായതുകൊണ്ടോ അവിടെ ഓരോ വാക്കിനെ പറ്റിയും പ്രവൃത്തിയെ പറ്റിയും നമ്മൾ ആരെങ്കിലും കയറി ജഡ്ജ് ചെയ്യാൻ പോകണ്ട. ഇറ്റ് ദെയർ റൈറ്റ്. പക്ഷെ അങ്ങ് പറയുന്നു ഈ കേസ് അന്വേഷണം തെരഞ്ഞെടുപ്പിലെ വോട്ടർമാരെ സ്വാധീനിച്ചിട്ടുണ്ടായിരുന്നു. അല്ല, അതിന് BJPയും കോൺഗ്രസും ഇത് ഉപയോഗിച്ചതിന് വേണ്ടിയാണല്ലോ. BJPയും കോൺഗ്രസും ഓരോ കാര്യങ്ങളും ഞങ്ങളടിക്കാൻ വേണ്ടിയുള്ള വടിയാക്കി മാറ്റിയപ്പോഴത്തേക്കും അതിൻ്റെ സ്വാധീനവും കണ്ടേക്കാം. ഓക്കെ.